Good morning, welcome to Morning Brief. തുടർച്ചയായ ഒരു 3 ദിവസം നമുക്ക് റാലി കിട്ടി 4ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്നും ഒരു പോസിറ്റീവ് ട്രെൻഡ് തന്നെയാണ് നമ്മൾ കാണുന്നത്. ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ 25,724 പോയിന്റ് നിലവാരത്തിലാണ് ഗിഫ്റ്റ് നിഫ്റ്റി വ്യാപാരം തുടരുന്നത്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ മാർക്കറ്റിലുണ്ടാകും. ഓപ്പണിംഗ് തന്നെ നമുക്കൊരു നല്ലൊരു ഓപ്പണിംഗ് ഗ്യാപ്പ് അപ്പ് ഗെയിൻ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ 25,220 ഒരു ക്ലോസിങ്ങിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു ക്ലോസിംഗ് ബുധനാഴ്ച കിട്ടി. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് ഇന്നലെ ഉണ്ടായി. ഇന്നലെ ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയായിരുന്നു. ഇന്നും ആ ഒരു ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിട്ടുള്ള 631 എന്ന സപ്പോർട്ട് റെസിസ്റ്റൻസ് ഇന്ന് രാവിലെ തന്നെ ബ്രേക്ക് ചെയ്ത് അതിൻ്റെ മുകളിലായിരിക്കും തീർച്ചയായിട്ടും ട്രേഡിംഗ് നടക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായി നോക്കേണ്ട ഒരു റെസിസ്റ്റൻസ് ലെവൽ എന്ന് പറയുന്നത് 25,880 ലെവലിലാണ്. അപ്പോൾ ഈ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് മറ്റ് മാർക്കറ്റിലേക്കൊക്കെ പോവുകയാണെങ്കിൽ ടേക്ക് ഓവേഴ്സ് നോക്കുകയാണെങ്കിൽ ഇന്ന് US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് പോസിറ്റീവായിട്ടായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നാസ്ഡാക്ക് തീർച്ചയായിട്ടും ഓരോ ദിവസവും 1% ഗെയിൻ ഉണ്ടാക്കുന്നുണ്ട്. മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ നാസ്ഡാക്ക് വളരെ അവിടുത്തെ ഒരു IT ഇൻഡെക്സ് ആയിട്ടുള്ള നാസ്ഡാക്ക് വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് എല്ലാ ദിവസവും ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് എന്ന രീതിയിലാണ്, വലിയ ഗെയിൻ ഇല്ലാതെയാണ് ക്ലോസ് ചെയ്തത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് സെൻറ്റിമെൻ്റ് ആണ്. കാര്യമായ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒന്നുമില്ല. അതിൽ നിക്കി മാത്രമാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് പോസിറ്റീവായിട്ട് നിൽക്കുന്നത്. നിക്കി ഇന്നലെയും നല്ല രീതിയിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരുന്നു. ഇന്നും 1.5% ഇമ്പ്രൂവ്മെൻറ്റ് കാണിക്കുന്നുണ്ട്. മറ്റ് ഇൻഡെക്സുകളെല്ലാം, മറ്റ് ഏഷ്യൻ ഇൻഡെക്സുകളെല്ലാം തന്നെ ഒരു ഫ്ലാറ്റ് നിലവാരത്തിലാണ് ട്രേഡിംഗ് തുടരുന്നത്. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് ഡോളറിൻ്റെ ഒരു പ്രസക്തിയെക്കുറിച്ചിട്ടാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞതായിരുന്നു ഡോളർ ഇൻഡെക്സ് DXY, അതായത് 6 കറൻസികൾക്കെതിരെ എങ്ങനെ US ഡോളർ ട്രേഡ് ചെയ്യുന്നു എന്ന് അളക്കുന്ന DXY ഡോളർ ഇൻഡെക്സ് ഓൾമോസ്റ്റ് ലോവർ റേഞ്ചിലേക്ക്, അതായത് 98 എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു മേജർ സപ്പോർട്ട് ലെവലിലേക്ക് താഴത്തേക്ക് വന്ന 97 റേഞ്ചിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. ഒരു 3.5 വർഷത്തെ ഏറ്റവും താഴ്ന്ന നിലയിലേക്കാണ് ഡോളർ വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ നോക്കാനുള്ളത് ഇന്ന് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ 2 പ്രധാനപ്പെട്ട ഇവൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. ഇന്ന് നിർമ്മല സീതാരാമൻ PSU ബാങ്ക്സിൻ്റെ ഹെഡുകളുമായിട്ട് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. ആ ഒരു മീറ്റിങ്ങിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മുടെ ഈ റേറ്റ് കട്ടിന് ശേഷം എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ ലെൻഡിങ്, പ്രൊഡക്റ്റീവ് മേഖലകളിലേക്ക് കൂടുതൽ ലെൻഡിങ് സപ്പോർട്ട് ചെയ്യണമെന്ന് നിർമ്മല സീതാരാമൻ ഈ ഒരു മീറ്റിങ്ങിൽ ആ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാനുള്ള സാധ്യതയുണ്ട്. അത് എക്കണോമിക്ക് ശരിക്കും ഒരു ബൂസ്റ്റ് തന്നെ നൽകുന്നുണ്ട്. ഒപ്പം ക്രൂഡ് ഓയിൽ പ്രൈസ് കുറച്ച് താഴത്തേക്ക് വരുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിട്ട് വളരെ പോസിറ്റീവാണ്. മറ്റൊരു കാര്യം ട്രേഡ് ടോക്സ് ആണ്. ഇന്ന് US ട്രേഡ് ടോക്സിനെ കുറിച്ചിട്ട് സംസാരിക്കാനായിട്ട് ഇന്ത്യയുടെ പ്രതിനിധികൾ US-ലേക്ക് എത്തിയിട്ടുണ്ട്. അതും നമുക്ക് മാർക്കറ്റ് അവേഴ്സിൽ തന്നെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് ലഭ്യമാകും. അപ്പോൾ ഇതെല്ലാം വാച്ച് ചെയ്തുകൊണ്ട് വേണം ഇന്ന് നമ്മൾ മാർക്കറ്റിനെ സമീപിക്കാൻ. ഏവർക്കും ഒരു ശുഭ ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.